മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുന്നിടത്താണ് ഈമാൻ നിൽക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന് കേട്ടേക്കിന് വേഗം പെരേ പോയിട്ടൊന്ന് കുളിച്ചിങ്ങാണ്ട് തുണിങ്കുപ്പായൊക്കെ മാറ്റിയിട്ട് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ ഞാൻ കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടത് ശരിയാണ്. അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിരിക്കുന്നു. എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന ലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നോദിക്കൊടുത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആമൻതു ബില്ലാഹി വബിറസൂലിഹി, ഞാനത് വിശ്വസിച്ചു എന്ന് പറഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടുന്ന് 7 ആകാശങ്ങൾ കയറി അള്ളാഹുമായി കണ്ട് മുനാജാത്ത് നടത്തി മടങ്ങി വന്നു. രാവിലെ പള്ളിയിൽ വന്ന സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു, സ്വഹാബ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും യാത്ര ചെയ്തു. 7 ആകാശങ്ങളിലേക്ക് പോയി അള്ളാഹിനെ കണ്ടു മടങ്ങി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈമാൻ കുറവുള്ള കുറഞ്ഞ മുനാഫിഖീങ്ങൾ ഉണ്ടായിരുന്നു സദസ്സിൽ. ഓലെ മെല്ലെ ഡോർ തുറന്നുങ്ങാണ്ട് പുറത്തേക്ക് ടീം കണ്ടിറങ്ങി. നെയ്സിൽ മുങ്ങാന്നറിയില്ലേ, നമ്മൾ വീഡിയോ കളിച്ച ആൾക്കാർക്കുണ്ട് അങ്ങനെ പരിപാടി. നെയ്സിലൊരു മുങ്ങല്, വരി മുട്ടിയാൽ അതേമാതിരി നെയ്സിലാണ് മുങ്ങി. ഓലെ നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ ഇജിന്ന് പള്ളിയേക്കോ നീന്നില്ലേന്ന് ചോദിച്ചു. മാനവറുകൾ പറഞ്ഞു, ഇല്ലേ ഞാൻ ഇന്ന് വന്നിട്ടില്ല പറഞ്ഞു. ഇവിടെ ചെങ്ങായി ഇന്നല്ലേ വരണ്ടേ, ഇന്നുണ്ടൊരു വിടൽ വിട്ടിട്ട് പടച്ചോനെ എന്തിയാതി വിടലാന്നറിയോ മുനാഫിക്കീങ്ങളെ. ഒരു പറയാം, ഇന്നലെ രാത്രി കിടന്നുറങ്ങണോടത്ത് നിന്ന് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ്ക്കാണ് പോയി തരാം. നമ്മള് കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് 40 ദിവസം യാത്ര ചെയ്താലാണ് ബൈത്തുൽ മുഖദ്ദസ്ക്ക് എത്തല്. ഒന്നര രാത്രി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞേ. എന്നാൽ ഞാൻ അവിടെ നിന്നിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ നിന്നോവില്ല. അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് കയറി സ്വർഗം കണ്ട് നരകം കണ്ട് ഓൻ്റെ അള്ളാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പോയ വഴിയിലൂടെ തിരിച്ചു വന്ന് നേരം വെളുത്തപ്പോത്തിന് പായിൽ വന്ന് കടന്നു എന്നാണ് ഇന്ന് രാവിലെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ നബി അങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചു. പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഒരു വാദം വരൂല മുഹമ്മദ് നബിനെ പഠിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിച്ചില്ലെങ്കിൽ എല്ലാ വാദവും വരും. ഞാൻ ഓരോ വാദം എടുത്ത് മറുപടി പറയണതിന് പകരം ഒരു വാദം വരാതിരിക്കാനുള്ള മറുപടി പറയാണ്. ഓരോ വാദം വരികയാണ്. രക്തവാദം, നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ, പിള്ളവാദം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാദമാണ്. മൊത്തം വാദത്തിന് ഒറ്റ മറുപടി. ഒരു വാദം വരൂല മുഹമ്മദ് നബിനെ പഠിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിരുന്നു സത്യം എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നബി തങ്ങളെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ പഠിക്കലാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദ് നബിനെയാണ് വിമർശിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു വിഷയം എടുത്താലും അത് പ്രബോധനം ചെയ്ത ആളുകളുടെ ഗുണമാണ് അതിനുണ്ടാകുക. നമ്മൾ ഏതൊരു വിഷയം, ഒരു സ്ഥാപനം നമ്മൾ എടുത്താൽ അതിപ്പോൾ ആരുണ്ടാക്കിയതാന്ന് നമ്മൾ ചോദിക്കുക. നാട്ടുകാരുണ്ടാക്കിയതോ അതോ അറബി ഉണ്ടാക്കിയതോ? അറബി ഉണ്ടാക്കിയതാണെങ്കിൽ എവിടുത്തെ അറബി? എന്തൊരു സംഗതിയും അതിൻ്റെ പിന്നിലുള്ള ആളുടെ പ്രത്യേകതയാണ് അതിനുള്ളത്. ഒരു മദ്രസ, അതിൻ്റെ സ്ഥലം ആരും കൊടുത്തതാണ്, അതിൻ്റെ ബിൽഡിങ് ആരുണ്ടാക്കിയതാണ്, സമസ്ത ആരുണ്ടാക്കിയതാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇസ്ലാം ആര് പ്രബോധനം ചെയ്തതാണ്? മുഹമ്മദ് നബി. മുഹമ്മദ് നബിക്കുള്ള പ്രത്യേകതയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഞമ്മക്കിറങ്ങിയതല്ലല്ലോ,
ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രാധാന്യം മുഹമ്മദ് നബിക്കുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ എന്താ? ഖൈറും മിൻ അൽഫി ഷഹ്റാൻ. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രാധാന്യം മുഹമ്മദ് നബിക്കുണ്ട്. കാരണം ലൈലത്തുൽ ഖദ്ർ ഖുർആൻ ഇറങ്ങിയ ദിവസമാകുന്നു, രാത്രിയാകുന്നു. ഖുർആനാകട്ടെ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലേ ഖുർആൻ ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ഒന്നും ഇല്ലെങ്കിലും ഖുർആൻ ഒരു നൂലുമ വരുമായിരുന്നു, വരൂല. മുഹമ്മദ് നബി ഒന്നും ഇല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടാ അങ്ങനെയും തോന്നും. മുഹമ്മദൊന്നും ഇല്ലെങ്കിലും ഖുർആൻ ചിലപ്പോൾ ഒരു നൂലുമ ഒരു കെട്ടാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. അത് മേടിച്ചുങ്ങാണ്ട് പ്രിന്റ് ചെയ്ത് കുറച്ച് കോപ്പിയൊക്കെ എടുത്തുങ്ങാണ്ട് നമുക്ക് അതനുസരിച്ചാണ് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. നടക്കൂല. മുഹമ്മദ് നബി ഉള്ളതുകൊണ്ട് തന്നെ വന്നതാണ്, അല്ലെങ്കിൽ വരൂല. ഖുർആൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റും ഇല്ല. മനസ്സിലാവുണ്ടോന്നാവോ? പഠിച്ചോനറിയാം. റമളാൻ മാസം തന്നെ ഞമ്മക്കുള്ളല്ലോ. ഈ റമളാൻ മാസം ഞമ്മക്ക് മാത്രമാണ് പ്രത്യേകത. മറ്റുള്ള ഉമ്മത്തുകൾക്കൊന്നും റമളാൻ പ്രത്യേക മാസമല്ല. എല്ലാ ഉമ്മത്തുകൾക്കും പ്രത്യേകമായിരുന്നത് മുഹറം 10 മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തുകൾക്കും പ്രാധാന്യമുള്ള ദിവസം മുഹറം 10. മൂസ നബി അലൈഹി ഇസ്ലാമിന് മുഹറം 10 പ്രധാനപ്പെട്ടതാണ്. ഈസാ അലൈഹി ഇസ്ലാമിന് മുഹറം 10 പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഉമ്മത്തികളുടെയും പ്രധാനപ്പെട്ട ദിവസം കൊല്ലത്തിൽ ഒരു ദിവസമേ ഉള്ളൂ, മുഹറം 10. കൊല്ലത്തിൽ ഒരു മാസമുണ്ട്, മുഹറം 10 ഏതായാലും ഉണ്ട്. എല്ലാവർക്കും ഉള്ളത് ഞമ്മക്കും ഉണ്ട്. അതിൻ്റെ പുറമെ ബഹുമാനപ്പെട്ട റമളാൻ മാസം ഞമ്മക്ക് പ്രധാനപ്പെട്ടതാണ്. എന്തേ? ഖുർആൻ ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ റമളാനും ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ വാങ്ങില്ല. മുൻകഴിഞ്ഞ ഉമ്മത്തിന് നിൽക്കാറുണ്ട്, പക്ഷെ അവർക്ക് വാങ്ങില്ല. നമ്മളെന്തേലും കാര്യമായിട്ടുണ്ടായാൽ എന്താ ഇട്ടാ വാങ്ങിക്കൊടുക്കുക, ബേജാറായ എന്താ ഇട്ടാ വാങ്ങിക്കൊടുക്കുക, ചെയ്ത്താൻ വന്നാൽ എന്താ ഇട്ടാ വാങ്ങിക്കൊടുക്കുക. നമ്മൾ എന്ത് വിഷയത്തിന് കുടുങ്ങിയാലും അപ്പോൾ വാങ്ങ കൊടുക്കുക. അത് ഈ ഉമ്മത്തിൻ്റെ ശക്തിയാണ്. മുൻകഴിഞ്ഞ ഉമ്മത്തുകൾക്ക് വാങ്ങില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ട്, പക്ഷേ വാങ്ങില്ല. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ട്, വാങ്ങില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിരുന്നു, വാങ്ങില്ല. ഈ ഉമ്മത്തിന് മാത്രമേ വാങ്ങുള്ളൂ. എന്തേ? മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചു പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബിലാലിന് ബാങ്ക് കൊടുക്കാൻ കഴിയാതായത്. ബാങ്ക് അല്ലാഹു അക്ബർ വിളിച്ചു പറയലല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിളിച്ചു പറയലായതുകൊണ്ടാണ് ബിലാൽ ഞാൻ കൊടുക്കൂല പറഞ്ഞത്, എനിക്ക് ഞാൻ കഴിയൂല എന്ന് പറഞ്ഞത്. സയ്യിദനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അത് മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചു പറയലായത് കൊണ്ടാണ്. അള്ളാൻ്റെ പേര് പറയലാണെങ്കിൽ അള്ള ജീവിച്ചിരിപ്പുണ്ടല്ലോ, എന്താ കഴിയാതിരിക്കേണ്ട കാര്യം? അല്ല, ബാങ്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൻ്റെ വിളിച്ചു പറച്ചിലാണ്. അതുകൊണ്ടാണ് സയ്യിദനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നെക്കൊണ്ട് കഴിയൂല. മൂപ്പര് കൊടുത്തില്ല. കൂഫയിലേക്ക് പോയി അവിടെ പെണ്ണെട്ടി താമസിച്ചു. എന്താ പെണ്ണെട്ടി താമസിക്കുക പറഞ്ഞാൽ ഇനി ഒരു നിലക്കും മടങ്ങി വരൂല, ഞാൻ ഇവിടെ തന്നെ പാർക്കുകയാണെന്ന് തീരുമാനിക്കലാണ് പെണ്ണെട്ടി താമസിക്കല്. കൂഫക്കാരായ ആളുകൾ സ്വഹാബിയാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ നേതാവാക്കി. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് കൂഫക്കാര് മൊത്തത്തിൽ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രം ചിരിച്ചു. എല്ലാവരും നിലവിളിച്ചപ്പോൾ മൂപ്പര് ചിരിച്ചു. അപ്പോൾ എന്നിട്ട് ഓലോട് പറഞ്ഞു, കൂഫക്കാരോട് പറഞ്ഞു, മനുഷ്യന്മാരെ നിങ്ങൾ എന്തിനാ കരയണത്? ഞാൻ ഇത്രയ കാലം എന്തിൻ്റെ പേരിലാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കരച്ചിൽ ഇന്നത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. ആരെ കാണാനാണോ ഞാൻ കരഞ്ഞത് അദ്ദേഹത്തെ ഞാൻ നാളെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ശരീഅത്തിലും ഈ ദീനിലും വിശ്വാസം ഉണ്ടാണെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല വജദ ഹലാവത്തൽ ഈമാനി
ഈമാനിൻ്റെ മാധുര്യം കിട്ടുന്നതാണ് ഒരാൾക്ക് 3 കാര്യം കിട്ടിയാലാണ് ഈമാൻ്റെ മധുരം കിട്ടുക എന്നാണ്. ഈമാൻ നല്ല രസമാണ്, പക്ഷെ എല്ലാവർക്കും കിട്ടൂല. ഈമാൻ നല്ല മധുരമുള്ളതാണ്, പക്ഷെ എല്ലാവർക്കും കിട്ടൂല. ഈമാൻ്റെ മധുരമുണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1 ഒരാൾക്കാണ് കിട്ടുക റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിച്ചാൽ പോരാ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. അംഗീകരിക്കലും ഇഷ്ടപ്പെടലും 2ആണ്. അള്ളാഹിനെ റബ്ബായിട്ട് ഇന്നെ നോക്കുന്നവൻ എൻ്റെ റബ്ബാകുന്നു എന്ന് ഒരാൾ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടാകുക? നോക്കണ മാതിരി നോക്കിയാൽ മതിയെന്ന് തോന്നും. ഇല്ലെങ്കിലോ ഞാൻ 5 വക്തും സുബഹി നിസ്കരിച്ച് തോർന്നിട്ടും എൻ്റെ പെരപ്പണി തീരുന്നില്ലല്ലോ എന്ന് തോന്നും. അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്ർ നിഅമത്തിനെ ഓർക്കലാകുന്നു എന്നാണ്. നമുക്ക് പലപ്പോഴും നിഅമത്ത് ഓർമ്മയുണ്ടാവില്ല, നിഖമത്ത് ഓർമ്മയുണ്ടാകും എന്നതാണ്. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായെന്ന് വിചാരിക്കുക. മേലത്തെ പല്ല് നല്ല വേദന, എന്താപ്പ കാട്ട, എപ്പോൾ നോക്കിയാലും പല്ലുവേദന തന്നെ എന്ന് പറയും. സംഗതി അരമണിക്കൂറുള്ളൂ, 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്തതുണ്ട്. പല്ലുവേദന ഉള്ളത് അരമണിക്കൂറേ ഉള്ളൂ, ഇല്ലാത്തത് 23.5 മണിക്കൂറുണ്ട്. പക്ഷെ നമ്മൾ മറക്കും. പല്ലുവേദന ഉണ്ടായ അരമണിക്കൂറേ നമുക്ക് ഓർമ്മ വരുള്ളൂ. പറയുന്നത് പഠിച്ചോനെ എന്തിനാ അങ്ങനെ അടങ്ങാറാക്കണത് റബ്ബേ, പല്ലുവേദന ആയിട്ട് വയ്യല്ലോ എന്ന് പറയും. നിഅമത്ത് ഓർമ്മ വരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയൊരു പ്രശ്നമാണ്. അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിഖമത്ത് ഓർമ്മ വരൂല, നിഅമത്ത് ഓർമ്മ വരും. മനസ്സിലായില്ലല്ലോ? ഒരു 25,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ ചങ്ങായിമാരെ, വിചാരിച്ചോ? അതിന് ചിലവൊന്നുമില്ലല്ലോ, വിചാരിച്ചോളി. ഒരു 25,000 റുപ്യ കിട്ടി. എവിടുന്നാന്നറിയില്ല, ആരോ ഒരാൾ തന്നു, അല്ലെങ്കിൽ നൂലുമക്കൂടി എങ്ങനെ ഇറങ്ങിയിട്ട് വന്നപ്പോൾ നമ്മൾ മേടിച്ചു ഒരു 25,000 റുപ്യ. അറിയാത്ത വഴിയിലൂടെ 25,000 റുപ്യ കിട്ടി. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു 5,000 റുപ്യ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാൻ ബാക്കിയുണ്ട്. ആ ചങ്ങായി മിഞ്ഞാന്നും കൂടിയും ചോദിച്ചിട്ടുണ്ട്, ഇനി സാധനം വാങ്ങാൻ വരരുത് കായില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അപ്പോഴാണപ്പോൾ ഇത് കിട്ടിയത്, സന്തോഷമായി. അത് കൊടുക്കണം. പിന്നെ ഒരു 5,000 റുപ്യക്ക് കുട്ടികളെ കൂടിയും കൂട്ടിപ്പോയിങ്ങാണ്ട് തുണിഷാപ്പ് കയറിയിട്ട് പെണ്ണിനൊരു ചുരിദാർ വേണം, ചെറുക്കിനൊരു പാൻറ്റും ഷർട്ടും വേണം, ചെറിയ കുട്ടിക്ക് ഷൂസും സോക്സും വേണം, അങ്ങനെ കൂടി വാങ്ങിയാണ്ട് ഒരു 5,000 റുപ്യ അതും. ബാക്കി 15,000 റുപ്യക്ക് നല്ല ഐറ്റം ടൈൽസ് വാങ്ങിയിട്ട് സിറ്റ് ഔട്ട് ഒന്ന് ടൈലിടണം. ആദ്യം നമുക്ക് ടൈൽസ് നോക്കാൻ പോവുക. അങ്ങനെ 25,000 പോക്കറ്റിലും വെച്ചിട്ട് ടൈൽസ് നോക്കാൻ പോയി. നല്ല ടൈൽസൊക്കെ കണ്ട്, നല്ല വൈറ്റ് ടൈല് കണ്ട് നല്ല ഇഷ്ടപ്പെട്ട്, സിറ്റ് ഔട്ടിൽ അത്യാവശ്യം ഇടാൻ മാത്രമല്ല കണക്കൊക്കെ പറഞ്ഞ് അതിൻ്റെ അളവൊക്കെ കൊടുത്ത് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് പെരേക്ക് കൊടുന്നു തരണം എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് ബില്ലൊക്കെ അടുപ്പിച്ച് കായ് കൊടുക്കാൻ കൈയിട്ട് നോക്കുമ്പോൾ അടിയിലൊരു ഓട്ട ടിം വയ്ക്കണം. അപ്പം എന്ത് പറയും? എന്താപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 25,000 റുപ്യ തന്നത് ആരെ വിധിയായിരുന്നു? ഗോപാലൻ നായരതോ? അത് ശരി, അത് പോയത് മാത്രം പടച്ചോൻ്റെ വിധിയായി. അത് തന്നത് ആരത് വിധിയായിരുന്നു? നമുക്കത് ഓർമ്മ വരുന്നില്ല. പോയത് മാത്രം ഓർമ്മ വന്നു. തന്നെ നമ്മളെ പ്രശ്നം. അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയാ. എങ്ങനെയും നോക്കല് റബ്ബല്ല. രക്ഷിതാവിനെ വിളിക്കൂലേ നമ്മൾ? റബ്ബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്ഷിതാവ് എന്നാണ്. രക്ഷിതാവിനെ വിളിക്കൂലേ? കുട്ടി വേണ്ട കുരുത്തക്കേട് കാട്ടിയ സ്കൂളിൽ നിന്ന് എന്താ പറയാ? രക്ഷിതാവിനെ കൊടുന്നിട്ട് കയറിയാൽ മതി എന്ന്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കുന്ന ദാതാവ്. ഇവൻ എന്ത് നല്ലത് ചെയ്താലും ഏറ്റെടുക്കണം, ഇവൻ എന്ത് കുരുത്തക്കേട് കാട്ടിയാലും ഓനെ ഏറ്റെടുക്കണം. അതിനാണല്ലോ രക്ഷിതാവ് എന്ന് പറയാം. നല്ലത് റബീഉൽ അവ്വൽ 12 സ്റ്റേജിന്മേ കയറിയിട്ട് നല്ല മാർക്ക് കിട്ടിയതിന് അവാർഡ് കിട്ടി. സർട്ടിഫിക്കറ്റും സ്വർണ്ണപ്പതക്കവും, അതിൻ്റെ പുറമെ
പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗും കിട്ടി. കുട്ടി ഇങ്ങനെ വാങ്ങാൻ വേണ്ടി കയറുമ്പോൾ വാപ്പ സദസ്സിൽ അടുത്തുള്ള ആളോട് പറയും, എൻ്റെ ചെറുക്കനാണത് മൂന്നാമത്തോൻ, എൻ്റെ മൂന്നാമത്തോനാ, നല്ല പഠിക്കും, ആളെല്ലാം ഉഷാറാ, കാണുമ്പോലെ ഒന്നല്ല. വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുങ്ങാണ്ട് ഫേസ്ബുക്കിൽ ഇടും ചെയ്യും, ഒരടിക്കുറിപ്പോട് കൂടി ഇടും. അതേ ചങ്ങായി കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് അടി കിട്ടിയാൽ എന്ത് പറയും? ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് അങ്ങനെ ആയി എന്ന്. അല്ല, എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെ അടി കിട്ടിയത്. സമ്മാനം വാങ്ങിയത് എൻ്റെ കുട്ടിയായത് കൊണ്ടാണെങ്കിൽ അടി കിട്ടിയതും എൻ്റെ കുട്ടിയായത് കൊണ്ട് തന്നെയാണ് എന്ന് സമ്മതിക്കുന്നവനാണ് രക്ഷിതാവ്. ഓനോട് വരാനാ പറയാ സ്കൂൾക്ക്, രക്ഷിതാവിനോട്, മറ്റോനോടല്ല. അത് ശരി. അള്ളാഹു റബ്ബാണ് എന്നത് ഒരാൾക്ക് ബോധ്യപ്പെടണം. എന്താ റബ്ബ് പറഞ്ഞാൽ? നോക്കേണ്ടതുപോലെ നോക്കുന്നവൻ, നോക്കണ്ടമാതിരി നോക്കുക. എല്ലാ സാധനങ്ങളെയും അള്ളാഹു അങ്ങനെയാണ് നോക്കണ്ടമാതിരിയാണ് നോക്കുന്നത്. 10,000 ഉറുമ്പുകളുള്ള ഒരു ഉറുമ്പിൻ്റെ വരി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓരോ ഉറുമ്പിനെയും വെവ്വേറെ നോക്കുന്നവനാണ് അല്ലാഹു തആല. 1/2 കിലോ പഞ്ചാരൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ വെച്ചാൽ ഒരു ചൊളിന്നല്ല, പിന്നെ ഓരോ ഉറുമ്പിനും വേറെ വേറെ കൊടുക്കുന്നവനാണ് അല്ലാഹു തആല. അതാണ് റബ്ബ് പറഞ്ഞാൽ. ഞാൻ അങ്ങനെ വതറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇന്ന മൊത്തത്തിൽ ഇളക്കല്ല അല്ലാഹു തആല. എൻ്റെ കൈ വേറെ ചലിപ്പിക്കുന്നു, കാല് വേറെ ചലിപ്പിക്കുന്നു, കണ്ണുകളെ വേറെ ചലിപ്പിക്കുന്നു, കൈകളെ കാലുകളെ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തെ വേറെ തന്നെ അവൻ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് റബ്ബ്. നോക്കേണ്ടതുപോലെ നോക്കുക. അപ്പോൾ എൻ്റെ പെരപ്പണി തീരാൻ സമയമാകുമ്പോൾ അവൻ തീർത്തു തരും. തീരാൻ സമയമായിട്ടില്ലയോ അവൻ തീർക്കണ്ട നോക്കും. അതാണ് റബ്ബ്. അതിലൊരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓന് ദീനിൻ്റെ രസം കിട്ടും. ഓനാണ് ഇസ്ലാം ദീനിൻ്റെ രസം കിട്ടുക, അല്ലാതൊരു കിട്ടൂല. മൻ റളിയ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈമാനിൻ്റെ രസം കിട്ടും. സഹീഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈമാന്റെ മധുരത്തെക്കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ വലിയ മധുരമുള്ളതാ. 3 അടിസ്ഥാനം മനസ്സിലാക്കണം, എന്നാലേ മധുരം കിട്ടുള്ളൂ. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. രണ്ടാമത്തേത്, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം. ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിച്ചാൽ പോരാ, ഇഷ്ടപ്പെടണം, എന്നാലേ രസം കിട്ടുള്ളൂ. അംഗീകരിക്കൽ വേറെയും ഇഷ്ടപ്പെടൽ വേറെയും. നല്ല മഫ്തട്ടിട്ട് കുട്ടി സ്കൂൾക്ക് പോവുകയാണ്. അപ്പം അടുത്തുള്ള കുട്ടിനോട് പറഞ്ഞു, എന്താ ഇപ്പം കാട്ടുക, എൻ്റെ വാപ്പി ഇമ്പിയൊക്കെ ഭയങ്കര റിലീജിയസ് ആണ്, ഓലെ ഇങ്ങനെ അല്ലാതെ പോരാൻ അനുവദിക്കൂല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, അമ്മാക്കും വാപ്പാക്കും ആണ് എന്ന് ചിന്തിച്ചാൽ ഈമാനിന് ഒരു രസവും ഉണ്ടാവില്ല. മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്? 5 സെൻറ്റ് സ്ഥലമുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനും ഉണ്ട്, എന്താ ഇപ്പം കാട്ട, മുസ്ലിമായി പോയില്ലേ എന്ന് വിചാരിച്ചാൽ ഈമാനിന് ഒരു രസവും ഉണ്ടാവില്ല. കുറച്ചീച്ച മനസ്സിലായി തോന്നുന്നുണ്ട്, എന്നാലും കൊണ്ട് മുഴുവനായിട്ടില്ല. തന്നെ സംഗതി. കഫ്തീരിയ തുടങ്ങാണ്ട് പലിശക്ക് പൈസ കിട്ടാനും ഉണ്ട്. എന്താ ഇപ്പം നമ്മൾ കാട്ടുക? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, എന്നാലും വേണ്ട. എന്താ ഇപ്പം കാട്ടുക? തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് മുസ്ലിമായതാണോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈമാൻ്റെ രസം കിട്ടണമെങ്കിൽ ഇഷ്ടപ്പെട്ട് മുസ്ലിമായതായിരിക്കണം, കഷ്ടപ്പെട്ട് മുസ്ലിമായതായത്. ആദി മുസ്ലിമും ഉണ്ട്, ഓതി മുസ്ലിമും ഉണ്ട്. ആദിമൂല്യരും ഉണ്ട്, ഓതിമൂല്യരും ഉണ്ട്. ആദിമൂല്യര് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവൻ്റെ ആപ്പ മൂല്യരുന്നു, അപ്പോൾ ഓനും മൂല്യരാം, ഓതാൻ പോയിട്ടൊന്നുമില്ല, ആണ് ആദ്യമൂല്യർ. വാപ്പ മുക്രിയായിരുന്നു, അപ്പോൾ വാപ്പ മരിച്ചപ്പോൾ മുക്രിയായി. വാപ്പ ഖത്തീബായിരുന്നു, അപ്പോൾ വാപ്പ മരിച്ചപ്പോൾ ഖത്തീബായി.
തന്നെ. വാപ്പ ഓലിയരായിരുന്നു, അതുകൊണ്ട് വാപ്പ മരിച്ചപ്പോൾ വാപ്പ വൈദ്യരായിരുന്നു. വാപ്പ മരിക്കോളം ഒരു കൊമ്പൻ ജാതി പോലും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. വാപ്പ മരിച്ചപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ കൊമ്പൻ ജാതിയും ഗോരാജനാദിയും എഴുതാൻ തുടങ്ങി. അങ്ങനെ വൈദ്യരായി. ഇതാണ് ആദി വൈദ്യർ. ഓതി വൈദ്യർ എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിച്ചിട്ടായതാണ്. ഇതേമാതിരി ആദി മുസ്ലിമുണ്ട്, ഓതി മുസ്ലിമുണ്ട്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആദി മുസ്ലിമായി എന്നുള്ളതാണ്. ഓതി മുസ്ലിമാണ്. എന്താ ഓതി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് മുസ്ലിമാവണം. വാപ്പായതുകൊണ്ടാകരുത്, ഇമ്മ ആയതുകൊണ്ട് ഞാൻ അപ്പം അങ്ങനെ ആയിപ്പോയതാണ് എന്ന് ചിന്തിക്കരുത്. ഇഷ്ടപ്പെട്ട് മുസ്ലിമാകണം. അതന്നെ പല കാര്യങ്ങളും എടുത്തു നോക്കുക. പല കാര്യങ്ങളും. നാളൊരു സ്ഥലത്ത് പിരിവിന് വന്നു ഒരു പെരേക്ക്. അപ്പോൾ ഒരു ആചാര്യണ്ട്, മുമ്പരിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിയോള് ഇങ്ങനെ കുറേ രണ്ട് കയ്യിലും കുറേ കീസിൽ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. എന്നിട്ട് മുപ്പത്തിയേര് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോയപ്പോൾ ആചാര്യ പറഞ്ഞു, ഓള് റിലീജിയസ് ആണ് ആള്, ഓള് മാർക്കറ്റിലൊക്കെ ഒറ്റയ്ക്ക് പോയി വരും, വേണമെങ്കിൽ എയർപോർട്ടിലും പോകും എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, പോയിക്കോട്ടെ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഹയാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ലജ്ജ എന്നാണ് പറയുക. അത് ഈമാനുമാ കണക്ട് ചെയ്തിട്ടാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്. അതണ്ട് പോയാൽ പിന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞതിലൊരർത്ഥമില്ല. വേറൊരു കാര്യം, ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്തിയ ഏക മതം ഇലാഹിയായ മതമാണ്. വേറെ ഒരു മതവും ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി പറഞ്ഞിട്ടില്ല. ഇലാഹിയായ മതമാകുന്ന ഇസ്ലാം ദീൻ മാത്രമാണ് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുള്ള മതം. അതുകൊണ്ട് ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നത്. പോണ്ടാന്നോ പോണെന്നോ അല്ല ഞാൻ പറയണത്. പോകുന്നതിനും പരിധി വേണം, പോകാതിരിക്കുന്നതിനും പരിധി വേണം. ലജ്ജ നഷ്ടപ്പെടാൻ പാടില്ല. ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. ലജ്ജ വളരെ പ്രധാനം. മൂന്നാമത്തേത് വബി മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലല്ലാതെ ഈമാന്റെ മാധുര്യം ലഭിക്കുകയില്ല. മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി അംഗീകരിച്ചാൽ പോരാ, ഇഷ്ടപ്പെടണം. അംഗീകരിക്കാൻ പലരും അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടൽ വേറെയാണ്, അംഗീകരിക്കൽ വേറെയാണ്. എൻ്റെ നബി മുഹമ്മദ് നബി ആയതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഏത് നബി? ആ 12 പെണ്ണെട്ടിയ നബി തന്നെയാണ് എൻ്റെ നബി. എനിക്കതിലൊരു കുഴപ്പമില്ല. നാളൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു, ചങ്ങരംകുളത്തുള്ള ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ 12 കല്യാണം ഇല്ലെങ്കിൽ നമുക്ക് ദീൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു സുഖമായിരുന്നു. വേണ്ട, ആ സുഖം വേണ്ട, അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം ദീനിലെ താല്പര്യം എന്ന് പറഞ്ഞാൽ. അതിനെന്തു വേണം? അതിന് മുഹമ്മദ് നബിയെ പഠിക്കണം, നബി തങ്ങളുടെ വിവാഹങ്ങൾ പഠിക്കണം. എല്ലാവർക്കും എന്താ 4, നബി തങ്ങൾക്ക് എന്തേ 9 സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ എല്ലാവർക്കും നമുക്ക് ചില കാര്യങ്ങളിൽ മാത്രം നബി തങ്ങളുടെ പ്രത്യേകത ഓർമ്മ ഉള്ളത്. പെണ്ണിട്ടിനോടുത്ത് എന്താ നബിക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത എന്നാണ്. അത് മാത്രമല്ല, ഞമ്മക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തല്ലേ? നിസ്കരിച്ചിട്ടുണ്ടോന്നല്ല ചോദിച്ചത്, തലയും കൂടി ആട്ടണില്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല. ഞമ്മക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തല്ലേ? ആണ്. എന്നാൽ മുഹമ്മദ് നബിക്ക് നിർബന്ധമാണ്. ഈ നബി തങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് ആകെ ഒരു കാര്യം ഓർമ്മ വരുള്ളൂ, എന്ത്? 9 പെണ്ണെട്ടിന്ന്. അത് മാത്രമല്ല പ്രത്യേകത, കുറേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. ഫർള് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അന്ന് ഫർള് നിസ്കാരം നിർബന്ധമായിട്ടില്ല.
ഇത് നുബുവത്തിന്റെ ആദ്യഘട്ടമാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫർദ് നിസ്കാരം നിർബന്ധമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഭാര്യമാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. കെട്ടിയ മാത്രം പോരാ, മരിക്കോളം കൊണ്ടടക്കണം. ഹഫ്സ ബീവിയുമായി നബി തങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ത്വലാഖ് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, എല്ലാവരും മാതിരിയല്ല, നിങ്ങൾക്ക് ത്വലാഖ് എല്ലാം പാടില്ല, ഇനി മരിക്കോളം കൊണ്ടെടുക്കേ പറ്റുള്ളൂ പറഞ്ഞു. ത്വലാഖ് ഇല്ലില്ല. അപ്പൊ നമ്മൾ കെട്ടലിന്റെ പ്രത്യേകത മാത്രമേ കണ്ടുള്ളൂ, ത്വലാഖ് എല്ലാം പാടില്ല. മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്ന് പരാജയം മണത്താൽ ആർക്കും പിരിഞ്ഞു പോരാം. യുദ്ധത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക, ജയിക്കൂലാന്ന് തോന്നിയാൽ പിന്നാക്കം പോരാം. പക്ഷേ നബി തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിറകിലേക്ക് പോകാൻ പാടില്ല, മുന്നിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും തോന്നിയാൽ നിൽക്കൽ നിർബന്ധമില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം യുദ്ധത്തിൽ പരാജയമാണെന്ന് തോന്നിയാലും പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. അത് നബി തങ്ങളുടെ പ്രത്യേകതയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ മരിച്ചാലേ നമ്മളെ മുതല് മക്കൾക്ക് ഒരിച്ചെടുക്കാം. മുഹമ്മദ് നബിയുടെ സ്വത്തിൽ അനന്തരമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നഹ്നു മാശിറൽ അംബിയാ ഇലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാകുന്നു എന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രത്യേകത പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചാൽ മതി, എന്നൊരു കുഴപ്പമുണ്ടാവില്ല. മുതൽ വരെ മക്കൾക്ക് ഒരേക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ അപ്പം ആ നബി നമ്മുടെ നബി ആയതിൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം, അപ്പോഴേ പറ്റുള്ളൂ. ഈമാൻ്റെ രസം ഉണ്ടാവും. ഈ 3 ഇല്ലെങ്കിൽ ഈമാൻ്റെ രസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കലും അറിയലും ജീവിതത്തിൻ്റെ ഭാഗമാക്കലുമാണ് ഈമാൻ്റെ മാധുര്യം. അതുള്ളവർക്കാണ് ഈ ദീനിൽ നിൽക്കാൻ കഴിയുക. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ വാദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ശരി തന്നെയാണെന്ന് തോന്നും. അതിപ്പോൾ എന്തേ പിന്നെ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാവല്ലേ, ഇതായിരുന്നു ശരി എന്ന് തോന്നും. ഞമ്മക്ക് ശരി തോന്നുന്ന ശരി പറയാൻ വേണ്ടി വന്നതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞ ശരിയെ അംഗീകരിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മളെ ശരി പറയാൻ വേണ്ടി വന്നതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ആളാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. അള്ളാന്റെ ദുനിയാവിൽ ആകെ ഒരു വിഷയം മാത്രമേ പഠിക്കാനുള്ളൂ, മുഹമ്മദ് നബിയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചാൽ തീരാത്തതും അതാണ്, ബാക്കിയൊക്കെ പഠിച്ചാൽ തീരും. എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട്, ചെറിയ പ്രായം. എന്നാൽ റബീഉൽ അവ്വൽ 12 കുട്ടികൾ പറയുന്ന വയല് വരെ ഇൻ്റർനാഷണൽ വിഷയങ്ങളാണ്. കുട്ടിക്കാലം പഠിപ്പിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം 6-ാമത്തെ വയസ്സിലും ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചു, 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. പിന്നീട് ആകെ സംരക്ഷിക്കാനുണ്ടായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു, ഖദീജ ബീവി മരണപ്പെട്ടു. ആദ്യം ത്വായിഫിലേക്കും ജന്മനാട് ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്കും ഹിജറ പോയി. അങ്ങനെയൊക്കെ ആയാലും അല്ലാഹു തആല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തതായിരിക്കും തന്നെയാണ് മുഹമ്മദ് നബിക്കാണ്. അപ്പോൾ വാപ്പ ഉണ്ടാവലല്ല റഹ്മത്ത്, ഇമ്മ ഉണ്ടാവലല്ല റഹ്മത്ത്, ജന്മനാട്ടിൽ നിൽക്കാൻ കഴിയലല്ല റഹ്മത്ത് എന്ന് മനസ്സിലായില്ലേ? ആണെങ്കിൽ നബി തങ്ങൾക്ക് വേണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്ത ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒന്നുമില്ലേനും, സ്വത്തില്ല, മുതലില്ല, ആരുമില്ല. എന്താ പിന്നെ അങ്ങനെയായി? അതിനും കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തേലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ ഓൻ്റെ വാപ്പാക്ക് വേണ്ടി പറഞ്ഞത് ഇക്കാരം എന്ന് തോന്നാവുന്ന ഒരു കാര്യമില്ല. കാരണം വാപ്പല്ല.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ഉമ്മാക്ക് വേണ്ടി പറഞ്ഞതേക്കാരം എന്ന് തോന്നൂല. പിന്നെ ജ്യേഷ്ഠന് വേണ്ടി പറഞ്ഞതേക്കാരം എന്ന് തോന്നൂല. കാരണം ജ്യേഷ്ഠന്മാരില്ല, അഞ്ചന്മാരില്ല, ആരുമില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് നബി തങ്ങളുടെ മടിയിൽ കിടന്നാണ് 6-ാമത്തെ വയസ്സിൽ. അപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വർത്താനുണ്ട്, ഞാൻ മരിച്ചാൽ എന്താ ആകാശഭൂമികളിൽ ഏറ്റവും വലിയ ഒരാൾക്ക് ജന്മം നൽകിയതിന് ശേഷമാണല്ലോ ഞാൻ മരിക്കുന്നത്. ലോകത്തെ ഏറ്റവും സന്തോഷവതിയായ ഗർഭിണി ആമിന ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്നാണ്. ലോകത്തെ ഏറ്റവും സന്തോഷമുണ്ടായിരുന്ന വീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. നബിതങ്ങളുമായി ബന്ധപ്പെടുന്നതിനാണ് വിജയം, അല്ലാത്തതൊക്കെ പരാജയം. ഇത് സ്വഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അതിനനുസരിച്ചായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. യുദ്ധം കൊടിമ്പിരി കൊണ്ടിരിക്കുകയാണ്, യുദ്ധക്കളത്തിൽ ഇങ്ങനെ പൊടി പാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. പലരും വാളുകൾ എടുക്കുന്നുണ്ട്, വെട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാറക്കല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹുവിന് തോന്നി, ദൂരെ നിന്ന് അമ്പെയ്ത്തിൽ കഴിവുള്ള ആരെങ്കിലും നബി തങ്ങളെ നേരക്ക് അമ്പെയ്താല് അത് അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ കൊണ്ടാല് പിന്നെ എന്തിനാണ് ഖത്താദ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നി. ഖത്താദ റളിയല്ലാഹു അൻഹു പെണ്ണെട്ടിയിട്ട് പുതുക്കപ്പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അന്ന് ഒരുമിച്ച് റൂമിൽ അവർ കൂടിയിട്ടില്ല. അതിൻ്റെ മുന്നേ പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടിയുള്ള വിളി കേട്ടപ്പോൾ വാളെടുത്ത് ഉറയെ തൂക്കിങ്ങാണ്ട് ഭാര്യനോട് അസ്സലാമു അലൈക്കും, പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാണ്ട് പോയതാണ്. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അമ്പെയ്ത്തായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. ദൂരെ നിന്ന് അമ്പെയ്ത്തിൽ കഴിവുള്ള ഒരാള് നബിതങ്ങൾക്ക് നേരെ അമ്പെയ്തിട്ട് അത് മുസ്തഫായ നബിതങ്ങളുടെ ശരീരത്തിൽ കൊണ്ടാൽ എന്തിനാണ് ഖത്താദ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിയ സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചെയ്തു. നബിതങ്ങൾ ഇങ്ങനെ ഒരു ഉയരത്ത് പാറക്കല്ലും ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് മറയിട്ട് അവിടെ നിന്നു. കൊള്ളാണെങ്കിൽ എനിക്കൊണ്ടോട്ടെ എഴുതിയിട്ട് അങ്ങ് നിന്നു. ദൂരെ നിന്ന് ഉന്നമുള്ള ഒരാൾ അമ്പെയ്തു നബി തങ്ങളുടെ നേരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖത്താദയുടെ ശരീരത്തിലാണ് അത് കൊണ്ടത് കണ്ണിലായിരുന്നു. നബിൻ്റെ മുന്നിൽ ഇങ്ങനെ ഖത്താദ നിൽക്കുകയാണ്, കണ്ണുകൾ വന്നത് കൊണ്ടു. അമ്പ് ഇങ്ങോട്ട് പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ണുകൊണ്ട് പോന്നു. ആ കണ്ണെങ്ങനെയാണ് കയ്യെ പിടിച്ചിട്ട് നബിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഇപ്പം ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്ക് പോവുക, എനിക്ക് എൻ്റെ കണ്ണിന് വേണമെന്ന് പറഞ്ഞു. ഓലെ ആവശ്യമുള്ളതൊക്കെ നബിനോട് ചോദിച്ചു വാങ്ങിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗാവകാശികൾക്ക് 120 അടയാളുണ്ട് എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിലേതെങ്കിലും അടയാളം എൻ്റെ അടുത്തുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ആ 120 നിങ്ങൾക്ക് ഉണ്ട് പറഞ്ഞു. സ്വർഗത്തെ പറ്റി മുസ്തഫ നബി തങ്ങൾ വയല് പറയാണ്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, സ്വർഗത്തിന് 8 വാതിലുണ്ട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്കാണ്. മൂപ്പര് വാതിലിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടിട്ട് ചോദിച്ചു, ഈ 8 വാതിലും കൂടി ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ആ തുറക്കുമെന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു, അത് നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു. ഓരോൽക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഞമ്മക്കാണ് ഇപ്പോൾ അതിൽ മടിയുള്ളത്. ഞമ്മക്കിപ്പോൾ അങ്ങനെയിട്ടൊക്കെയാണ് ചോദിക്കാൻ പറ്റുമോ, അത് ശിർക്കാവൂലേ എന്ന് തോന്നുകയാണ്. غير حصر وعدد لك أشكو فيا سيدي خير النبي لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോൽക്ക് വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങലായിരുന്നു പതിവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ മുമ്പന്തിയിലാണ്. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 70,000 ആളുകൾ ശഫാഅത്തില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു. അപ്പൊ സദസ്സെന്ന് ഒരു സഹാബി എഴുന്നേരോട് ചോദിച്ചു, അതിലൊന്ന് ഇന്നാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് പറഞ്ഞു. ഓരോൽക്ക് വേണ്ടൊക്കെ ചോദിച്ചു വാങ്ങിയെന്ന്. നമുക്ക് വലിയ മടിയാണ് ചോദിക്കാൻ, അത്രയേ ഉള്ളൂ. ഞമ്മക്ക് തോന്നുകയാണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അള്ളി റസൂൽ ഒന്നാവൂലേ? ആവൂലേ. അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ 2 പേര് മുഹമ്മദ് നബിനെ വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഞാൻ പറഞ്ഞു, ഞമ്മക്കിങ്ങനെ തോന്നുന്നത് അങ്ങനെയിട്ടോട് പറഞ്ഞ അള്ളി റസൂൽ ഒന്നാവൂലേ, അത് ശിർക്കാവൂലേ? അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ 2 പേര്, അസ്മാഉൽ ഹുസ്നയിലെ 2 പേര് മുഹമ്മദ് നബിനെ വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഉണ്ട്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. റഊഫ് അള്ളാഹുവിൻ്റെ പേരാണ്, റഹീം അള്ളാഹുവിൻ്റെ പേരാണ്. അബ്ദുർ റഊഫ്, അബ്ദുർ റഹീം. റഊഫ്, റഹീം രണ്ടും അള്ളാഹിൻ്റെ പേരാണ്. ആ 2 പേര് അള്ളന്നെ മുഹമ്മദ് നബിനെ വിളിച്ചു ഈ ആയത്തിൽ. ഈ ആയത്ത് ഹജ്ജത്തുൽ വദാഇന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ്. ദീന് പൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു അവൻ്റെ 2 പേര് മുഹമ്മദ് നബിയെ വിളിച്ചിരിക്കുന്നു. ഒന്ന് റഊഫ്, മറ്റൊന്ന് റഹീം. തന്നെ ഏറൂല അങ്ങനെ എന്നാണ് പറഞ്ഞു. അതായത് കമാലിയത്തിൻ്റെ എന്തെല്ലാം ഔസാഫുകളുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് ചേരും സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പൂർണമാവാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമ ബാലഗ് ബാലിഗും മിശറമാഉ തിബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈ ദീനിൻ്റെ അടിസ്ഥാനം. അതുണ്ടെങ്കിൽ ഈ ദീനിൽ നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇതിലെ ഓരോ കാര്യങ്ങളും സംശയമായിട്ട് ഇങ്ങനെ വരും, ഓരോന്ന് സംശയമായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണ്, നബി തങ്ങൾ പറഞ്ഞത് മാത്രമാകുന്നു സത്യം. മുമ്പൊരിക്കൽ ഒരു മലയാള പ്രസിദ്ധീകരണത്തിൽ ഒരു ചോദ്യോത്തരം വന്നിരുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പല്ലിയെ കൊല്ലണമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി പറഞ്ഞു കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അർത്ഥത്തിലുള്ളൊരു ചോദ്യം, വാക്ക് വ്യത്യാസം ഉണ്ടാവും. പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, അതാണ് ചോദ്യം. മറുപടി, പല്ലിയെ കൊല്ലണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവിക കാഴ്ചപ്പാടുകൾക്ക് അത് നിരക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എവിടെത്തി? ഗേറ്റിംഗ് അല്ല, നടു റോട്ടിലെത്തിയ ആള്. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെയും പിടിച്ചു നിൽക്കാം. അല്ലെങ്കിൽ സ്വഹിയായ പരമ്പരയുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാലും കുറച്ചൊക്കെ പിടിച്ചിക്കാം. ഇത് അതൊന്നല്ല പറഞ്ഞത്, മലയാളത്തിലെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നതാണ്. എന്താ വിഷയം എന്നറിയാം നിങ്ങൾ? റബീഉൽ അവ്വൽ ആയാ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ബേജാറ്. ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ ഈ ചിന്തകളുടെ ഒക്കെ അടിസ്ഥാനം അതാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള താല്പര്യക്കുറവ്. അത് എത്രത്തോളം താല്പര്യമുണ്ടോ അത്ര ആള് സജീവാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് പ്രതീക്ഷയുള്ള വലിയൊരു വർത്താനം ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ മത്ത സാഅത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ എന്നപ്പോൾ ഈ ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചു. ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് എന്നാണ്? മത്ത സാഅത്തു യാ റസൂലല്ലാഹ്. നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഒമാ അഹദത്തലഹ, ഖിയാമത്തിൻ്റെ ഡേറ്റ് എന്നയിക്കോട്ടെ, ഖിയാമത്തിന് വേണ്ടി നിന്റെ അടുക്കൽ എന്താണ് ഒരുക്കമുള്ളത് എന്ന് ചോദിച്ചു. കൊണ്ടുപോകാൻ എന്താ റെഡി ഉള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞ അള്ളാഹിൻ്റെ റസൂലേ എൻ്റെ അടുത്ത് ഒന്നുമില്ല, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഇഷ്ടമാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ത മാമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കുന്നതാണ്. നീ സ്വർഗത്തിലായിരിക്കുന്നല്ല പറഞ്ഞത്, പിന്നെ നിനക്കാരെയാണോ ഇഷ്ടം അവരോടൊപ്പമായിരിക്കും. മുഹമ്മദ് നബിനെയാണ് ഇഷ്ടമെങ്കിൽ സ്വർഗത്തിലാകുന്നല്ല പറഞ്ഞത്, ജന്നാത്തുൽ ഫിർദൗസിലാകുന്ന അതിൻ്റെ അർത്ഥം. അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത്. സ്വർഗത്തിന് 100 ദറജകളുണ്ട്. അതിലെ 100ാമത്തെ ദറജയാണ് ഫിർദൗസ്. അവിടെയാണ് മുഹമ്മദ് നബി ഉണ്ടാകുക. മുഹമ്മദ് നബിനെ ഇഷ്ടപ്പെട്ടാൽ അവിടെ ഉണ്ടാവുന്നതാണ് അന്ത മാമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ആകെ പ്രതീക്ഷയുള്ളത് അതാണ്. അല്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട് എവിടുക്കെത്താനാ? കാലിൽ നീര് വന്ന് വീർക്കുന്നത് വരെ നിസ്കരിച്ച മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന് ഞാൻ എതിര് ചെയ്തു പോയി എന്നാണ് ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചില്ല എന്നല്ല പറഞ്ഞത്, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല ബൂസൂരി ഇമാമ പറഞ്ഞത്. അത് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ല, മൂപ്പര് നിസ്കരിക്കുന്ന ആൾ തന്നെയാണ്, അതൊരു വർത്താനം. പക്ഷെ മൂപ്പർക്കുള്ള സങ്കടം അതിലല്ല. പിന്നെ കാലിൽ നീര് വന്ന് വീർക്കുന്നതുവരെ നിസ്കരിച്ച നബി തങ്ങളുടെ കാലിന് ഞാൻ എതിരായില്ലേ? കാരണം എൻ്റെ കാലം അങ്ങനെ ആയിട്ടില്ലല്ലോ. ഞാൻ നിസ്കരിച്ചിട്ട് എൻ്റെ കാല് നീര് വന്ന് വീർത്ത് പൊട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കാല് നീര് വന്ന് വീർത്തുന്നത് വരെ നിസ്കരിച്ച നബി തങ്ങളുടെ കാലിന് ഞാൻ എതിരായില്ലേ എന്ന സങ്കടം പറഞ്ഞ ആളാണ് അബൂ സഈദുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. ഓർക്കൊക്കെ നബിനോട് അത്രയും. അപ്പം ഖത്താദ റളിയല്ലാഹു അൻഹു ആ കണ്ണിനെടുത്തുങ്ങാണ്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്കെൻ്റെ കണ്ണുവാണല്ലോ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്ക് പോകുക എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖത്താദ നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ വെച്ച് 2 കണ്ണ് തന്നാൽ പോരയോ ഖത്താദ എന്ന് പറഞ്ഞു. ഖത്താദ റളിയല്ലാഹു അൻഹു ബുദ്ധിക്ക് കളിച്ചു. മൂപ്പര് പറഞ്ഞു, പറ്റൂല, എനിക്കത് പറ്റൂല, എനിക്ക് ഇവിടുന്ന് ഈ കണ്ണിന് തരണം, പിന്നെ 2 കണ്ണിതിന് പകരം സ്വർഗത്തിൽ നിങ്ങൾ തരാന്ന് പറഞ്ഞില്ലേ, അത് ക്യാൻസൽ ചെയ്യാനും പറ്റൂല എന്ന് പറഞ്ഞു. അതാണ് ബുദ്ധി കഴിച്ചു പറഞ്ഞേ. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ കളിച്ച അതാ കളി. നിങ്ങളാ തരാന്ന് പറഞ്ഞ 2 ഉണ്ടല്ലോ സ്വർഗത്തിൽ, അതെന്തായാലും വേണം, പക്ഷെ ഇവിടുന്ന് ഇതും വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്തുങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുങ്ങാണ്ട് ആ കുയ്യിലാണ് വെച്ചിട്ട് സർഫാക്കപ്പെട്ട് ഉമ്മിനീരെടുത്ത് രസണം തേച്ചു കൊടുത്തു. ഖത്താദ പറയുന്നു റളിയല്ലാഹു അൻഹു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. കൊയ്ഞ്ഞാടി കണ്ണിനെ പിന്നെ ചെങ്കണ്ണും കൂടി ഉണ്ടായിട്ടില്ലെന്ന് സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു. ചില ആൾക്കാർ ലൈഫ് തരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലേ അതിനെവിടെങ്കിലും വല്ല ലൈഫുണ്ടോ എന്ന് തിരഞ്ഞെടുക്കുക. അതായത് 2 കൂട്ടക്കാരാണ് ദീനിലുള്ളത്. ചിലർ അന്വേഷകർ, വേറെ ചിലർ ആസ്വാദകർ. ചില ആൾക്കാർ അന്വേഷിക്കും, മരിക്കോളം റബീഉൽ അവ്വൽ 12-ന് മൗലൂദ് ഓതാൻ പറ്റുമോ, ഘോഷയാത്ര നടത്താൻ പറ്റുമോ, പായസം കൊടുക്കാൻ പറ്റുമോ, മരിക്കോളം അന്വേഷിക്കും. തീരുമാനമായിട്ട് പായസം കുടിക്കാൻ നേരം ഉണ്ടാവില്ല.
വേറെ ചില ആൾക്കാരുണ്ട് റബീഉൽ 12 ആയാൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. ആ പാടിക്കോളി എന്നറിയും, അതിലങ്ങോട്ട് പാടും. അപ്പം കീശയിൽ കായുള്ള ചില മദീനക്കാർക്ക് തോന്നും എടുത്തുകാണ്ട് കവറിലിട്ട് കൊടുത്താലോ എന്ന്. അപ്പോൾ എടുത്തുകാണ്ട് കവറിലിട്ടാണ് കൊടുക്കുക. അതന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ആസ്വാദകർ, വേറെ ചിലർ അന്വേഷകർ. അന്വേഷിച്ച് നടന്നാലും മരിക്കോളം അന്വേഷിക്കേണ്ടി വരും. ആസ്വദിച്ചാൽ മരിക്കണതിന് മുമ്പ് ആസ്വദിക്കുക തന്നെ എന്നതിൻ്റെ അർത്ഥം പഠിക്കണ്ടെന്നല്ല, ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ദീനിനെ ആസ്വദിക്കണം. ദീൻ ശരിക്കും ആസ്വദിക്കാനുള്ളതാണ്. ദീൻ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയണം. ജീവിതത്തിൽ ഒരു കളങ്കവും ഇല്ലാത്ത ഏക മനുഷ്യൻ മുഹമ്മദ് നബി മാത്രമാണ് സല്ലല്ലാഹു. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പുണ്യനബി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു. ഞാനാ പറഞ്ഞത് അറിയാതെ വന്നു പോയതാണ്. നിങ്ങൾ ക്ഷമിച്ചാളി എന്ന് പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന മൊത്തം വർത്താനം എടുത്താൽ അധികം പൊരുത്തപ്പെടിക്കാനുള്ളത് ഇക്കാരം 1 2 മുങ്കർ നക്കീറിന് റഖീബത്തിയതിന് എഴുതാൻ പറ്റിയതുണ്ടാവും. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിക്കിട്ടിയെങ്കിൽ എന്ന് തോന്നും. ആ കോലത്തിലാ പറയാം. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വെട്ടേണ്ട ഒരു വാക്കും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നാം ഉണ്ടായിരുന്നിക്കാണോ? അല്ല, വർത്താനം പറഞ്ഞിക്കന്നെയാണ് എല്ലാവരെയും പോലെ. സംസാരം കുറവായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ സംസാരിക്കാതിരുന്നിട്ടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിനെ പഠിക്കണം. ത്വാഹ നബി. ഇനി ദുന്യാവ് കഴിഞ്ഞ ആഖിറത്തിലെത്തി വിചാരിക്കുക, മുഹമ്മദ് നബി അല്ലാതെ വേറെ ആരുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും കൂടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം മശ്റയിൽ നിൽക്കണം. ചെമ്പിൻ്റെ തറ, സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ, നെറ്റി വരെ, നെരിയാണി വരെ, കാൽമുട്ട് വരെ, അര വരെ, ചെവി വരെ, മൂക്ക് വരെ ഒക്കെ വിയർപ്പുള്ള ആളുകൾ ഇങ്ങനെ മുങ്ങി കുളിച്ചിട്ട് നിൽക്കും. 50,000 കൊല്ലം. 50,000 കൊല്ലം കഴിയുമ്പോൾ ആൾക്കാരിങ്ങനെ ചർച്ച ചെയ്യും, നമ്മളിപ്പോൾ എന്താ കാട്ടുക, എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ? ആ പോവുക. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് പോകും. ആദൻ നബിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഒന്ന് കഴിച്ചിലാക്കി തരാൻ വേണ്ടി പറയുമോന്ന്. ആദൻ നബി അലൈഹി ഇസ്ലാം പറയും, കുട്ടികളെ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ വേജാറിലാണ്, നിങ്ങൾ വേറെ എവിടെയും പോയി ആയിക്കോടി. അങ്ങനെ പോകും. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലും. എന്നാ പിന്നെ ഞമ്മക്ക് അറിയില്ലേ, ഇബ്രാഹിം നബിൻ്റെ അടുത്തും നൂഹ് നബിൻ്റെ അടുത്തും ആദൻ നബിൻ്റെ അടുത്തൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് നമ്മളുണ്ടാവുമല്ലോ പോയി പറയാൻ പോണേല്. നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോയാൽ പോരെന്നാൽ പോവില്ല. എന്താ കാരണം? അത് പോയി പറഞ്ഞിട്ട് നടക്കൂല എന്ന് ഉറപ്പിച്ചെന്ന് വന്നിട്ട് തന്നെ ഹിസാബ് തുടങ്ങണുള്ളൂ. അപ്പം മഹ്ശർ എന്തിനാ? മുഹമ്മദ് നബി വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ. അതെന്നാ ബോധ്യപ്പെടുന്നത്? അന്ന് ഹിസാബാണ് തുടങ്ങും. എന്നാണോ ബോധ്യപ്പെടുന്നത് അന്ന് ഹിസാബാണ് തുടങ്ങും. അപ്പൊ ദുന്യാവ് കഴിഞ്ഞ് മഹ്ശറിലും അതന്നെയാണ്, മുഹമ്മദ് നബിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാഹിച്ച് പരവശരായി നിൽക്കുമ്പോൾ ഏക പ്രതീക്ഷയുള്ളത് നബി തങ്ങളുടെ ഹൗളാണ്. എല്ലാ അമ്പിയാക്കൾക്കും ഹൗൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ആദ്യമായി വെള്ളം കൊടുക്കുന്ന ആൾ മുഹമ്മദ് നബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കൾക്കും താങ്കളുടെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു ഇജാബത്തുള്ള ദുആയെ അല്ലാഹു തആല നൽകി. ഞാൻ എൻ്റെ ദുആയെ നാളെ മഹ്ശറയിലേക്ക് നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു മുഹമ്മദ് നബി. ബാപ്പ മക്കളെ അന്വേഷിക്കുന്നത് സിറാത്ത് പാലം കടന്നതിൻ്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിൻ്റെ ശേഷമാണ്. പാലം കടക്കുന്നതിൻ്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്നിട്ട് നബിനോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മഹ്ശറിൽ നിങ്ങളെ കാണാൻ ഞാൻ എവിടെ നോക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സഹാബ, നന്മ തിന്മകൾ എഴുതിയ 7 വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടാകാറ്. അപ്പോൾ ആ സഹാബി ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ നോക്കുക? അതിൽ പറഞ്ഞു, അത് തൂക്കണ തുലാസിൻ്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ നോക്കണ്ടെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു,
ഹൗദുൽ കൗസർ എന്ന പാനീയം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. മൂപ്പര് ചോദിച്ചു, അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കുക, എനിക്കെന്തായാലും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല പറഞ്ഞു. അതിൽ പറഞ്ഞു, സഹാബ, സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകൂല സഹാബ എന്ന് പറഞ്ഞു. അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇവിടെ നിൽക്കട്ടോ, ഞാൻ അരമണിക്കൂർ കൊണ്ട് വരാറിഞ്ഞാൽ എന്നാൽ പിന്നെ ഇജ് അടുത്ത ദിവസത്തിനാണ് വന്നാൽ ഞാൻ നടക്കാറ്. അരമണിക്കൂർ കാത്തിക്കാൻ കഴിയൂല. അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് പാലത്തിൻ്റെ അടുത്തേ 50,000 കൊല്ലം നിൽക്കും മുഹമ്മദ് നബി. ആർക്കാ കയ്യ? ഇമ്മാക്ക് കഴിയൂല. ഇമ്മ പാലം കടന്നതിൻ്റെ ശേഷം എൻ്റെ കുട്ടി എവിടെയും ചോദിക്കുള്ളൂ. മക്കൾ മാതാപിതാക്കളെ പാലം കടന്നതിൻ്റെ ശേഷം അന്വേഷിക്കുള്ളൂ. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് ഫാത്തിമ ബി വാപ്പാനെ വിളിച്ചത് വാപ്പാന്നല്ല, യാ റസൂലല്ലാഹ് എന്നാണ്. റസൂലും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലായ കരയും. ബന്ധം മനസ്സിലായാൽ കരയും, നൊലോളിക്കും. കരച്ചിൽ വരുന്ന ബന്ധം മനസ്സിലായാൽ തന്നെ. ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഒരു ചെറുപ്പക്കാരൻ കുട്ടി മരിച്ചു എന്ന് നമ്മൾ കേട്ടു എന്ന് വിചാരിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. നമ്മളെ പണിക്കെന്താ വെച്ചാൽ പോവും. അതേ സമയത്ത് ഒരു പെൺകുട്ടിനെ ഒരാൾ കല്യാണം കഴിച്ചു ഗൾഫിൽ നിന്ന്. കൊറോണ കാലത്ത് ബാപ്പി അവിടെ ഇരുന്നു, പുതിയാപ്പിള അവിടെ ഇരുന്നു, കല്യാണം അവിടെ നിന്ന് നടന്നു. പെണ്ണും പുതിയാപ്പിളിയും തമ്മിൽ കണ്ടിട്ടെന്നില്ല. അടുത്ത മാസം 22-ാം തീയതി കല്യാണം നടക്കാൻ പോണേ ഉള്ളൂ. ഈ കെട്ടിയ ചെറുക്കൻ അവിടുന്ന് വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ടാൽ ദിവസങ്ങളോളം കരയും പെൺകുട്ടി. എന്തേ? ബന്ധം മനസ്സിലായി എന്നുള്ളതാണ് കാരണം. അള്ളാഹ് റസൂലിന്റെ പേര് പറയുമ്പോൾ നമുക്ക് നിലവിളി വരാത്തതിന്റെ കാരണം ബന്ധം മനസ്സിലായില്ല എന്നതാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ചോദിച്ചു. നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നരകത്തിന് 7 നിലകളുണ്ട്. ഓരോന്നില് ഇങ്ങനെ ഇന്ന ആൾക്കാരാണ്. ഒന്നിൽ ഫിറഔനും തൻ്റെ അനുയായികളുമാണ്, ഖാറൂനും അനുയായികളുമാണ്, കാഫിര്യങ്ങളാണ്. 6 എണ്ണം പറഞ്ഞു, 7ാമത്തെ പറഞ്ഞില്ല. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീലേ 7ാമത്തെ ഒന്നും കൂടി ഇല്ലേ, അതിലാരാണ് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ ഞങ്ങളോടത് പറയണ്ടെന്ന് കരുതിയതാണ്, എനിക്ക് പറയാൻ പ്രയാസമുണ്ട് പറഞ്ഞു. എന്നാലും പറയേ ജിബ്രീലെ, അറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാന്റെ റസൂലേ, 7ാമത്തെ നിലയിലുള്ളത് നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്ന് തെറ്റ് മാത്രം ചെയ്തു നടക്കുകയും തൗബ ചെയ്യാനുള്ള ഒരവസരവും ഇല്ലാതെ മരണപ്പെടുകയും ചെയ്ത ആളാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈഖ, അള്ളാഹുവിൻ്റെ റസൂൽ ബോധം കെട്ടു വീണു. ആര്? എപ്പോഴെങ്കിലും ഒരു കള്ളുടിക്കണമെന്നല്ല പറഞ്ഞത്, എപ്പോഴെങ്കിലും പെരപ്പണി തീരാത്തതുകൊണ്ടൊരു പലിശക്ക് ലോൺ എടുത്തോന്നല്ല പറഞ്ഞത്, എപ്പോഴെങ്കിലും ഒരു വേണ്ടാത്തോൻ ഒരു വെള്ളിയാഴ്ച ചുമക്ക് പോകാത്തോന്നല്ല പറഞ്ഞത്. പിന്നെ 7ാമത്തെ നിലയിലുള്ളത് നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്ന് തെറ്റുമാത്രം ചെയ്തു, തൗബ ചെയ്യാതെ മരണപ്പെട്ടു, അങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് റസൂല് ബോധം കെട്ടാൻ വീണിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നിലത്തിരുന്ന് മുസ്തഫ നബി തങ്ങളുടെ തലെടുത്ത് മടിക്ക് വെച്ചു. ഹത്ത അഫാഖ, ബോധം തെളിയുന്നത് വരെ ആ ഇരുത്തം സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാം ഇരുന്നു എന്ന് താരീഖിന്റെ കിതാബിൽ കാണും. എന്റെ വിഷയം, അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മോടുള്ള ബന്ധം മനസ്സിലായിട്ടുണ്ട്, ഞമ്മക്ക് അങ്ങോട്ടുള്ള ബന്ധം മനസ്സിലായിട്ടില്ല. അതന്നെയാണ് നൊലോളി വരാത്തതിൻ്റെ കാരണം, അതാണ് സന്തോഷം വരാത്തതിൻ്റെ കാരണം, അതാണ് റബീഉൽ അവ്വൽ 12 എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നതിൻ്റെ കാരണം, വേറൊന്നുമല്ല. അതുകൊണ്ട് എല്ലാ പുതിയ വാദങ്ങളും എല്ലാ ഈസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാ പ്രഭാഷണങ്ങളും എല്ലാ വേണ്ടാത്ത ചിന്തകളും വരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാത്തത്. അതുകൊണ്ട് ഇസ്ലാം ദീനിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിനെ പഠിക്കലാണ്. ഇസ്ലാം ദീനിനെ വിമർശിക്കുന്ന ആളുകൾ മുഹമ്മദ് നബിയെയാണ് വിമർശിക്കുക. അതുകൊണ്ട് പഠിക്കുന്ന ആൾക്കാർ മുഹമ്മദ് നബിയെയാണ് പഠിക്കേണ്ടത്. അത് ജീവിതത്തിൻ്റെ ഭാഗമാവണം, ഖൽബിൻ്റെ ഭാഗമാവണം, ചിന്തയുടെ ഭാഗമാവണം. എന്നാൽ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആശിഖീങ്ങളിൽ നമ്മളെല്ലാം ചേർത്ത് അനുഗ്രഹിക്കട്ടെ.